നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE ധനമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് ഹംദാൻ അന്തരിച്ചു. 75 വയസ്സാണ്. UAE ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരനായിരുന്നു ഷെയ്ഖ് ഹംദാൻ. കുറെ കാലമായി രോഗബാധിതനായിരുന്നു. 1971 ഡിസംബർ 9 UAEയുടെ ആദ്യ മന്ത്രിസഭ രൂപീകരിച്ചതു മുതൽ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് ധനമന്ത്രി പദവി വഹിച്ചിരുന്നു. സാമ്പത്തിക നയങ്ങളും സർക്കാർ ചെലവുകളും വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിച്ചിരുന്നു. UAEയിലെ സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ കമ്പോളത്തെയും സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നിരവധി ഉന്നത സർക്കാർ സ്ഥാപനങ്ങളിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു. ദുബായ് മുനിസിപ്പാലിറ്റി, അൽ മക്തൂം ഫൗണ്ടേഷൻ, ദുബായ് അലുമിനിയം, ദുബായ് നാച്ചുറൽ ഗ്യാസ് കമ്പനി ലിമിറ്റഡ്, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2006 ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദിന് റോയൽ ബ്രിട്ടീഷ് കോളേജിൽ നിന്ന് 3 സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. അത്തരമൊരു ബഹുമതി നേടുന്ന ആദ്യ വ്യക്തിത്വമായി അദ്ദേഹം മാറി. റോയൽ ബ്രിട്ടീഷ് കോളേജ്, ലണ്ടൻ, എഡിൻബർഗ്, ഗ്ലാസ്ഗോ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്റേണൽ മെഡിസിനായി ഓണറ്റി ഫെലോഷിപ്പ് ലഭിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് തന്റെ പ്രിയ സഹോദരന്റെ വിയോഗ വാർത്ത പങ്കുവച്ചത്. ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് അൽ മക്തൂമിന്റെ രണ്ടാമത്തെ മകനാണ് ഷെയ്ഖ് ഹംദാൻ. 1945 ഡിസംബർ 25 ജനനം. അൽ അഹ്ലിയ സ്കൂളിൽ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് കോംബ്രിഡ്ജിലെ ബെൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ ഉപരിപഠനം. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. ദുബായ് മുനിസിപ്പാലിറ്റി, അൽ മക്തൂം ഫൗണ്ടേഷൻ, ദുബായ് അലുമിനിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങിയ ഉന്നത സ്ഥാപനങ്ങളുടെ മേധാവി എന്ന നിലയിലും വലിയ സംഭാവനയാണ് നൽകിയത്. UAE സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്കൊരുങ്ങുന്ന വേളയിലുള്ള ഷെയ്ഖ് ഹംദാന്റെ വിയോഗം സ്വദേശികളിലും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിലും കണ്ണീർ പടർത്തി. ദുബായിൽ 10 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച മുതൽ 3 ദിവസം ദുബായിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.